വന്ദേമാതരം ആലപിക്കില്ലെന്ന പരാമർശവുമായി കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ്. ACC ആസ്ഥാനത്തെ സംഭവങ്ങൾക്ക് പിന്നാലെ പുതിയ വിവാദത്തിന് വഴി തുറന്ന് കോൺഗ്രസ് എം പിയുടെ പ്രസ്താവന. കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയമാണ് പിന്നിലെന്ന് രൂക്ഷ വിമർശനം. തുടർച്ചയായ തിരിച്ചടികളാണ് ഇത്തരം നിലപാടുകൾക്ക് കാരണമെന്ന് BJP. ദേശീയഗീതത്തെ അപമാനിക്കുന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഭരണപക്ഷ നേതാക്കൾ. अरे भाई, तुम्हें अब वंदे मातरम का प्रेम हो रहा, करो ना, करो, हमें क्या फर्क पड़ रहा है? हमें जितना करना है हमें उतना ही करना है, हम करेंगे। मैं तो कहीं तक भी नहीं गाता था और कहीं तक भी नहीं गाऊंगा। आ गई समझ में आपको? बस खड़ा हो जाऊंगा? नहीं गाऊंगा, बिल्कुल भी नहीं। मेरा संवैधानिक अधिकार है, मैं अपने धर्म का पालन करूंगा। वंदे मातरम की पूरी हिस्ट्री पढ़ लीजिए पहले, उसके बाद फिर मुझसे बात करिएगा। ये कहां से आया था और किस तरह लिखा गया था और क्यों लिखा गया था, पूरा पढ़ लीजिए, उसके बाद फिर मैं बता दूंगा। ये लोगों में जो गलत नैरेटिव बनाया जा रहा है ये ठीक नहीं है, आप मजबूर नहीं कर सकते. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് MS നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പിന്നെയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുമ്പോൾ എത്രത്തോളം പ്രതിഷേധം ഇതിനകം ശക്തമായി കഴിഞ്ഞു? സുരേഷ്, വലിയ പ്രതിഷേധം രാജ്യത്തുടനീളം അലയടിക്കുകയാണ്. പ്രത്യേകിച്ച് സോണിയയും അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുലും ദേശീയ ഗീതത്തെ അപമാനിച്ചു. അതിനെതിരെ ഇപ്പോൾ നിയമ പോരാട്ടവും സുപ്രീം കോടതിയുടെ സമക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ മുതിർന്ന MP ഇമ്രാൻ മസൂദിന്റെ ഈ പരാമർശത്തെ നോക്കിക്കാണേണ്ടത്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് ദേശീയ ഗീതത്തെ അപമാനിക്കുന്ന നടപടികൾ നിരന്തരം തുടരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക ആശയങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇസ്ലാമിക തിട്ടൂരങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് ഒന്നടങ്കം മുട്ടുമടക്കുകയാണ് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. നിയമപരമായും അല്ലാതെയും ഉള്ള പ്രതിഷേധങ്ങളിലൂടെ കോൺഗ്രസിന്റെ നിലപാടിനെ BJP കൃത്യമായി ചോദ്യം ചെയ്യുകയാണ്. ഇമ്രാൻ മസൂദിന്റെ ഈ പരാമർശത്തെ അതും ഈ നിയമവശത്തിൽ കാണണം എന്നുള്ളതാണ് ഒരു വിഭാഗം BJP നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതായത് നിയമ പോരാട്ടത്തിലൂടെ ഇമ്രാൻ മസൂദിന്റെ ഈ പരാമർശത്തെ നേരിടണം എന്നുള്ളതാണ് BJPയുടെ ഒരു നീക്കം എന്നുള്ളത്. അതേസമയം ഭരണഘടന നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെയും തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള പ്രസ്താവന രാഷ്ട്രീയപരമായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് കോൺഗ്രസ് എന്നും ഈ കേന്ദ്രം വാദിക്കുകയാണ്. ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.